ഒറ്റയ്ക്ക് മുന്നേറാം. ആരെയും പ്രതീക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതാവരുത് നമ്മുടെ ജീവിതം. ഏത് പ്രതിസന്ധിയിലും ഒറ്റയ്ക്ക് നിൽക്കാൻ സാധിക്കണം. വീട്ടിലായാലും ജോലിസ്ഥലത്തായാലും ഒറ്റയ്ക്ക് സംസാരിക്കാനും തീരുമാനങ്ങളെടുക്കാനും സ്വന്തം കാലിൽ നിൽക്കാനും സാധിക്കണം. മറ്റുള്ളവരെ അവോയ്ഡ് ചെയ്യണം എന്നല്ല അർത്ഥം. നമ്മുടെ ലൈഫിൽ നല്ല സുഹൃത്തുക്കൾ, നല്ല കുടുംബക്കാർ എല്ലാവരും ഉണ്ടാവണം. നമുക്ക് സങ്കടം വരുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കാത്ത സുഹൃത്തുക്കൾ ഉള്ളതുകൊണ്ട് എന്തർത്ഥമാണുള്ളത്? ഇങ്ങനെയുള്ളവരെ അകറ്റി നിർത്താൻ ശ്രമിക്കുന്നതാണ് നല്ലത്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഒറ്റയ്ക്ക് നിൽക്കാൻ സാധിക്കണം. അതിന് മനസ്സിനെ പാകപ്പെടുത്തണം. ഒറ്റയ്ക്ക് എന്തിനേയും നേരിടാനുള്ള മനസ്സുണ്ടെങ്കിൽ ആരും കൂടെയില്ലാത്തപ്പോഴും തളരാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. നമ്മുടെ ജീവിതം തുടങ്ങിയത് ഒറ്റയ്ക്കാണ്, അതുപോലെ അവസാനിക്കുന്നതും അങ്ങനെയാണ്. അപ്പോൾ ഇടയ്ക്ക് കൂടെ കൂടുന്നവർ നല്ല മനസ്സോടെ കൂടെ നിന്നില്ലെങ്കിൽ അത് നമ്മളെ ബാധിക്കാൻ പാടില്ല. ജീവിത പ്രശ്നങ്ങൾ തനിയെ പോരാടുന്നവരാണ് യഥാർത്ഥ പോരാളി. ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും നേരിടുന്നവർ മറ്റുള്ളവരുടെ സാന്നിധ്യമില്ലാതെ വിജയങ്ങൾ കൈവരിക്കുന്നു. വിജയത്തിൻ്റെ പടികൾ ചവിട്ടിക്കയറാൻ മനോബലമുണ്ടാകുന്നു. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യാം. നമുക്ക് മുന്നിലേക്ക് എന്നും രാവിലെ പൂർണ്ണ ശക്തിയിൽ ഉദിച്ചുയരുന്ന സൂര്യൻ ഒറ്റയ്ക്കാണ്. ആരെയും പ്രതീക്ഷിക്കുന്നില്ല. പതിവ് പോലെ ഉദിക്കും, അസ്തമിക്കും. ഒറ്റയ്ക്ക് നിന്നുകൊണ്ടാണ് ലോകം മുഴുവൻ പ്രകാശം പരത്തുന്നത്. അതിനെ നശിപ്പിക്കാൻ ആർക്കും കഴിയുകയില്ല. അതുപോലെ ഒറ്റയ്ക്ക് നിന്ന് ലോകം മുഴുവൻ നമുക്ക് പ്രകാശം പരത്താൻ സാധിക്കും. ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ തകർക്കാൻ ആർക്കും സാധിക്കുകയില്ല.